മാജിക് സ്ക്വയർ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു A4 ഷീറ്റ് എടുക്കുക. അതിനെ ഇതുപോലെ മടക്കി അതിൽ സ്ക്വയറുകൾ ഉണ്ടാക്കുക. അത് തിരിച്ച് നിവർത്തിയെടുത്ത ശേഷം നമുക്ക് ആകെ 9 കഷ്ണങ്ങളാണ് വേണ്ടത് നമ്പേഴ്സ് എഴുതാൻ വേണ്ടി. അപ്പോൾ 9 കഷ്ണങ്ങളിലെ ഈ ഒരു ഭാഗം മുറിച്ച് മാറ്റി വെക്കുക. അത് നമുക്ക് ആവശ്യമില്ല. ബാക്കി നമ്മൾ പേപ്പറിൽ നോക്കുമ്പോൾ കാണാം അതിൽ മാർക്കുകളുണ്ട്. അതിലൂടെ ഈ പേപ്പർ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത ശേഷം നമുക്ക് ഈ ഓരോ കഷ്ണത്തിലും ഇതുപോലെ നമ്പറുകൾ എഴുതുക. ഇപ്പോൾ ഏറ്റവും ലളിതമായത് നമുക്ക് നോക്കുകയാണെങ്കിൽ 1 മുതൽ 9 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണത്. 1 മുതൽ 9 വരെ എഴുതിയ നമ്പറുകൾ ഇതുപോലെ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അവയെ നമുക്ക് ഒരു ചതുരത്തിനുള്ളിലാക്കാം. അതിനു വേണ്ടിയിട്ട് ഈർക്കിൽ കഷ്ണങ്ങൾ ഒരേ നീളത്തിൽ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ ഈ സ്ക്വയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരേ നീളമുള്ള ഈർക്കിൽ കമ്പുകളാകുമ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഈ സ്ക്വയറിന് പുറത്തായിട്ട് 1, 3, 7, 9 ഈ നമ്പറുകൾ കാണാം. അവ ആ ചതുരത്തിന് പുറത്താണുള്ളത്. ഇനി നമുക്ക് ഈ ചതുരത്തിനകത്ത് ഉള്ള നമ്പറുകളെ കോളങ്ങളിലാക്കാം. അതിനായിട്ട് നമുക്ക് ഈർക്കിൽ തന്നെ ഉപയോഗിക്കാം. ഇതുപോലെ കോളങ്ങൾ ഉണ്ടാക്കുക. ഈർക്കിൽ വെച്ച് കോളങ്ങൾ ഉണ്ടാക്കുക. ഇപ്പം 4 നമ്പറുകൾ പുറത്തുണ്ട്. ഇതിനുള്ളിലുള്ള നമ്പേഴ്സ് 2, 5, 8. 2, 5, 8. ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 15 എന്ന് കിട്ടും. അടുത്തത് 4, 5, 6. ഇവ തമ്മിൽ കൂട്ടുമ്പോഴോ 15 തന്നെ ഉത്തരം കിട്ടും. ഇനി നമുക്കൊരു പ്രത്യേക രീതിയിൽ പുറത്തുള്ള സംഖ്യകളെ ക്രമീകരിച്ചാൽ മതി. അതായത് നേരെ എതിർവശത്തേക്ക് 1 ഇരിക്കുന്നതിന് നേരെ എതിർവശത്തേക്ക് ഉള്ള കള്ളിയിലേക്ക് 1 എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ 9 നേരെ എതിർവശത്തേക്ക്, 3 അതുപോലെ തന്നെ എതിർവശത്തേക്ക്, 7 എതിർവശത്തേക്ക് വയ്ക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മാജിക് സ്ക്വയർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ശരിയാണോ എന്നൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 2, 9, 4 ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടും. 7, 5, 3 ആഡ് ചെയ്താൽ 15. 6, 1, 8 ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 15 എന്ന് തന്നെ കിട്ടും. ഇനി അതേപോലെ തന്നെ പല ഡയറക്ഷനിലും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. 4, 5, 6 ഇവ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 15. അതേപോലെ 2, 5, 8 ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോഴും 15 എന്ന് കിട്ടും. ഇതുപോലെ 4 + 3 + 8 ഇത് കൂട്ടിയാലും 15 കിട്ടും. 9 + 5 + 1 15 ആണ്. 2 + 7 + 6 15 ആണ്. ഇപ്പം നമ്മൾ മാജിക് സ്ക്വയർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിപ്പോൾ ഈ ചെരിഞ്ഞിരിക്കുന്ന സംഖ്യകളെ നമ്മളൊന്ന് നേരെ ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒന്നും കൂടെ എളുപ്പമാവും. ഇനി നമുക്കിത് നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഇതേ രീതിയിൽ എത്ര വലിയ സംഖ്യകളെയും നമുക്ക് ക്രമീകരിച്ച് മാജിക് സ്ക്വയർ ഉണ്ടാക്കാം. അപ്പോൾ കോണോട് കോൺ കൂട്ടിയാലും വശങ്ങളിലേക്ക് കൂട്ടിയാലും താഴേക്ക് കൂട്ടിയാലും എല്ലാം ഒരേ ഉത്തരം തന്നെ കിട്ടും. 2 അക്ക സംഖ്യകളായാലും 3 അക്ക സംഖ്യകളായാലും തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകൾ അവയെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ക്രമീകരിച്ചാൽ മാന്ത്രിക ചതുരം അല്ലെങ്കിൽ മാജിക് സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും താങ്ക് യു.